പതിവ് പോലെ ഇന്നും പുലർച്ചെ 4:45 ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. 6 മണിയൊക്കെ ആയി പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഇരുടങ്ങോട്ട് മാറി വരുന്നു. രാവിലെ രാത്രി എന്നുള്ള കണക്കൊന്നുമില്ല, എല്ലാ സമയത്തും ഒരേപോലെ ചൂടാണ്. 6:45 ആയപ്പോൾ സൂര്യൻ അങ്ങനെ ഉദിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലത്തെ പരിപ്പ് കറിയും ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പൊറാട്ടയും ദോശയും കൂടെ കൂട്ടിയിട്ടാണ്. ഇതാണ് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഷുഹൈബ്. ആള് ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തിലൊക്കെ പങ്കെടുത്ത കലാകാരൻ. 11 മണിയൊക്കെ ആയപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി. മുകളിൽ നിന്നും താഴെ നിന്നും ചുട്ടുപൊള്ളുന്ന ചൂടിന് ഇത്തിരി ആശ്വാസത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഒരു ലസ്സി അങ്ങോട്ട് ഓർഡർ ചെയ്തു. എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ചൂട്. ലസ്സി കുടിച്ച് ചങ്കൂടെ അങ്ങനെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. വീണ്ടും മാർക്കറ്റിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് കാസർകോട്ടുകാരനായ അഷറഫിനെ കണ്ടത്. അഷറഫിനോട് വർത്താനം പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മളെ മുസ്തഫ ഉണ്ടാണ്. മുസ്തഫാനോട് കുറച്ച് വർത്താനം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലേക്കുള്ള നടത്താണ്. ലേറ്റായി എന്തായാലും പുറത്ത് നിന്ന് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ. പള്ളീന്റെ മുറ്റത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം വാങ്ങി അങ്ങനെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് നിന്ന് നിസ്കരിക്കേണ്ടി വരും. പുറത്തുനിന്നായതുകൊണ്ട് തന്നെ നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് വേർത്ത് കുളിച്ച് ശരീരത്തിന്റെ ഒരു ഭാഗം പോലും. കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ബംഗാളി സുഹൃത്തായിട്ടുള്ള ആളെ കണ്ട് തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ കയറി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെല്ലാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബിരിയാണി നിർബന്ധമാണ്. ലഗോൺ ബിരിയാണി ഒക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് സാബീനെ കണ്ട്. ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ നമുക്ക് മാർക്കറ്റിൽ കിട്ടി. 3 മണിയായപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റൂമിലേക്കുള്ള അക്കോമഡേഷന്റെ ഫ്രണ്ടിലെത്തി ഡോർ അങ്ങോട്ട് തുറന്ന് എസിന്റെ കാറ്റങ്ങോട്ട് കൊണ്ടപ്പോൾ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തി. ഇനി ഇൻഷാ അല്ലാഹ് നാളെ. അപ്പൊ ആ ഒരു സമാധാനത്തിൽ ഇരുത്താണ്.